ഇറ്റാലിയൻ വെഡിങ് കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷോപ്പിൽ പോയിട്ട് ബേസ് വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഇപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ വേണ്ടത് ഈ ഒരു ബേസാണ്. കാരണം ബേസ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കേക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന സൈസിലുള്ള ബേസ് ഒന്നും കിട്ടാനും ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന ബേസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു തിക്നെസ്സിലുള്ള ബേസ് കിട്ടി. ഈ ഒരു മോഡൽ മാത്രമേ ഷോപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഹൈറ്റ് വന്നത് 24 ഇഞ്ചും വിഡ്ത്ത് വന്നത് 9.5 ഇഞ്ചും ആണ് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് നോർമലി 24x17 ഇഞ്ച് വരുന്ന റെക്റ്റാങ്കിൾ ബേസ് വാങ്ങിച്ചിട്ട് കറക്റ്റ് പകുതി ആക്കിയാലും നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഏത് വെയിറ്റിൽ വേണമെങ്കിലും ഈ ഒരു കേക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ലെങ്ത്തിലൊക്കെ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലെ ഡമ്മീസും അവൈലബിൾ ആണ്. ഡമ്മീസ് ഒരുപാട് സൈസിലൊന്നുമില്ല, 2-3 സൈസിലൊക്കെ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കേക്ക് കൊടുത്തിട്ട് ബാക്കി സ്പേസ് ഇതുപോലെ ഡമ്മി വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വന്ന ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മൊത്തം നമുക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന വെയിറ്റ് 3 kg കേക്കായിരുന്നു. കേക്കിൻ്റെ ഫ്ലേവർ ഫെറാറോൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 ലെയറായിട്ട് 10 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായത്. 2 10 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ 2 ടിന്നിലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ഹൈറ്റിൽ കേക്ക് കിട്ടും. അങ്ങനെ 4 ലെയറായിട്ട് കട്ട് ചെയ്തു. ഇങ്ങനെ ഓരോ ലെയർ വെച്ചിട്ട് നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രീം കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ന്യൂട്ടല ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഫെറാറോ മൊമെൻറ്റ്സിൻ്റെ ചോക്ലേറ്റ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ നിങ്ങൾക്ക് നട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ നട്ട്സ് കൊടുക്കുന്നില്ല. പിന്നെ ഈ ഒരു കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് പ്ലസ് നമ്മൾ ഇടുന്ന എഫേർട്ട് അതുപോലെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു ബേസിന് തന്നെ 200 റുപ്പീസ് ആയിട്ടോ. പാക്കിംഗ് ബോക്സിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പോൾ ദേ ഓവർനൈറ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് നന്നായിട്ട് തണുത്ത കേക്കാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തത്. ഒരു കാരണവശാലും നമ്മൾ ക്രം കോട്ട് ചെയ്ത് അപ്പം തന്നെ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്യരുത്. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളൊന്ന് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ 4 ലെയറിലാണ് കേക്ക് ചെയ്തിട്ടുണ്ടായത്. അത് നന്നായിട്ട് തണുത്ത് സെറ്റായതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പോർഷനൊക്കെ ക്രീം ചെയ്തു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ഓർഡർ ആയിരുന്നു. 3 kg കേക്ക് വേണം, ഫ്ലേവറും ഇതായിരുന്നു എന്ന് മാത്രമാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായത്. ഡിസൈനും മോഡലും ഒന്നും നമുക്ക് കസ്റ്റമർ തന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു ഇറ്റാലിയൻ വെഡ്ഡിങ് കേക്കിൻ്റെ മോഡൽ ഇതുവരെ ചെയ്യാത്തത് കാരണം ഈ ഒരു മോഡലിൽ തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കസ്റ്റമർക്ക് പ്രത്യേകിച്ച് തീമൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഈ ഒരു ഷെയ്ഡാണ് കൊടുത്തത്. കുറച്ച് ബ്ലൂവും ഗ്രീനും കൂടി ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടിയത് കേട്ടോ. അങ്ങനെ മേളിൽ കംപ്ലീറ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തു. സൈഡിൽ ജസ്റ്റ് ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്തെടുത്തു. ഫിനിഷിംഗ് ഒന്നും കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതുപോലെ സൈഡ് ഫുള്ളായിട്ട് നോസിൽ ഡിസൈൻ കൊടുക്കാനുള്ളത് കാരണം സൈഡിൽ കുറച്ച് ക്രീം മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നൈഫ് ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് ഒരുപാട് മോഡൽസ് ചെയ്യാറുണ്ട്. വിൻറ്റേജ് ലുക്കിലും ഇതുപോലെ നോസിൽ ഡിസൈൻസും പിന്നെ കൂടുതൽ കണ്ടേക്കുന്നത് നമ്മുടെ വേഫർ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ വേഫർ ഷീറ്റൊക്കെ വെക്കുമ്പോൾ എഡിബിൾ ആയതുകൊണ്ട് തന്നെ ഷീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ടി വരും. ഇത്രയും ലെങ്ത്തുള്ള കേക്ക് ആവുമ്പോൾ നമുക്കത് കവർ ചെയ്തെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ ഷീറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ച് എക്സ്ട്രാ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രീം വെച്ചിട്ട് നമ്മൾ നോസിൽ ഡിസൈനാണ് കൊടുത്തത്. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ ചെറിയ ഫ്ലവേഴ്സും കൂടി കൊടുക്കുന്നുണ്ട്. അതൊരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് നമ്മൾ ശരിക്കും നോർമൽ ബേസ് ചെയ്യാതെ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ബേസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഫുള്ള് കേക്കാണെങ്കിൽ ഡമ്മി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ 1 kg കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം ഡമ്മിക്ക് അധികം വെയിറ്റ് ഇല്ലാത്തത് കാരണം നോർമലായിട്ടുള്ള കട്ടി കുറഞ്ഞ ബേസ് നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. ഇനി ഇത് നമുക്ക് ഡെലിവറി ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഇത്രയും വെയിറ്റ് ഉള്ളത് കാരണം പിന്നെ നമ്മൾ ഫൈനൽ ഡിസൈനും കാര്യങ്ങളും വന്നപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കൂടി. പിന്നെ വർക്ക് ചെയ്ത് നമ്മൾ ഈ കേക്ക് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ AC ഒക്കെ ഉള്ള റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. AC ഇട്ടിട്ട് നമുക്ക് ആ റൂമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ചെയ്തപ്പോഴും നമുക്ക് AC
പറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് ബോക്സ് നമ്മൾ ഇതുപോലെ 24x17 റെക്റ്റാങ്കിൾ ബോക്സ് വാങ്ങിച്ചിട്ടാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായത്. ചിലവർ നമ്മൾ 2 kgയുടെയൊക്കെ 2 ബോക്സൊക്കെ എടുത്തിട്ട് അങ്ങനെ 2 ബോക്സ് ഒരുമിച്ച് വെച്ചിട്ട് പാക്ക് ചെയ്യുന്നതും കാണാറുണ്ട്. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത്രയും വെയിറ്റ് ഉള്ള കേക്ക് ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന ബേസും ബോക്സും നല്ല വെയിറ്റ് ഉള്ളത് തന്നെ, കട്ടിയുള്ള രീതിയിലുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഡമ്മി വെച്ച് ഇപ്പോൾ 1 kg അല്ലെങ്കിൽ 1.5 kg കേക്കൊക്കെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ഷേ വെയിറ്റ് കൂടി കേക്ക് ആകുമ്പോൾ എപ്പോഴും ഇതേപോലെ കുറച്ച് കട്ടിയുള്ള ബേസും ബോക്സും യൂസ് ചെയ്യാം. പിന്നെ ബോക്സ് നിർബന്ധമില്ല, കാരണം എന്തായാലും നമുക്ക് ഇത്രയും വലിയ കേക്ക് ആകുമ്പോൾ കാറിനൊക്കെ പോയി കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കാറിൽ ഓപ്പൺ ആക്കി വെച്ചാലും കുഴപ്പമില്ല, നേരെ നമ്മൾ ലൊക്കേഷനിലേക്കായിരിക്കും പോണത്. പിന്നെ കാറിൽ AC ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് രാത്രി 7 മണിയാകുമ്പോൾ ഡെലിവറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. ശരിക്കും ഈ ഒരു ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു മോഡലിൽ കേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഇങ്ങനൊരു ഓർഡർ വന്നിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് അവിടെ സെറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.